ഹായ് എവരിവൺ, ഞാൻ അഖില. നമുക്കിന്ന് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്താണെന്ന് നോക്കാം. GCS എന്നാൽ ഒരു രോഗിയുടെ ബോധാവസ്ഥ അഥവാ കോൺഷ്യസ് ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇതുവഴി പേഷ്യൻറ്റിന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാനും അസുഖത്തിൻ്റെ മാറ്റങ്ങളും അതിൻ്റെ ഔട്ട്കം മനസ്സിലാക്കാനും സാധിക്കുന്നു. ഇതൊരു സാധാരണ നമ്മൾ ഹെഡ് ഇഞ്ചുറി പേഷ്യൻസ് അല്ലെങ്കിൽ ICU പേഷ്യൻസിനാണ് GCS നോക്കുന്നത്. GCS നമ്മൾ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് നോക്കുന്നത്: ഐ മൂവ്മെൻറ്റ്, വെർബൽ റെസ്പോൺസ് ആൻഡ് മോട്ടോർ റെസ്പോൺസ്. ഇനി നമുക്കിതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ഐ മൂവ്മെൻ്റ് ആണ്. അതിൽ നമ്മൾ മാക്സിമം സ്കോർ 4 മിനിമം സ്കോർ 1 ആണ്. E4 എന്നാൽ ഒരു രോഗി സ്വയം കണ്ണു തുറക്കുന്നു, ഒന്നും പറയാതെ തന്നെ കണ്ണു തുറന്നിരിക്കുകയാണെങ്കിൽ അത് സ്പോണ്ടേനിയസ് റെസ്പോൺസ് എന്ന് പറയാം നമുക്ക്. ഇനി രണ്ടാമത് E3 സ്കോർ എങ്ങനെ നൽകാം? നമ്മൾ രോഗിയെ വിളിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ മിസ്റ്റർ കുമാർ നിങ്ങളുടെ കണ്ണു തുറന്നു നോക്കൂ എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് കണ്ണു തുറക്കുന്നു എങ്കിൽ നമുക്ക് E3 സ്കോർ നൽകാം. ഇനി നമ്മൾ പെയിൻ സ്റ്റിമുലസിൽ കൂടെ മാത്രമാണ് പേഷ്യൻ്റ് കണ്ണു തുറക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ട്രപ്പീസിയസ് മസിലിൻ്റെ സ്ക്യൂസ് ചെയ്യുമ്പോൾ, നെയിൽ ബഡ് നമ്മൾ പ്രസ് ചെയ്ത് വേദന നൽകുമ്പോൾ മാത്രമാണ് പേഷ്യൻ്റ് കണ്ണു തുറക്കുന്നതെങ്കിൽ നമുക്ക് E2 സ്കോർ നൽകാം. ഇനി നമ്മൾക്ക് 1 സ്കോർ നൽകുന്നത് ഒരു ഐ ഓപ്പണിങ്ങിനും ഇല്ല, അതായത് പെയിൻ, സൗണ്ട്, സ്പോണ്ടേനിയസ് മൂവ്മെൻറ്റ്സിനൊന്നും റെസ്പോൺസ് ഇല്ലെങ്കിൽ നമുക്ക് E1 സ്കോർ നൽകാം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർബൽ റെസ്പോൺസ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മാക്സിമം സ്കോർ 5ഉം മിനിമം സ്കോർ 1ഉം ആണ്. നമ്മൾ ഐ ഓപ്പണിങ്ങിൽ 4 ആണ് പറഞ്ഞത്, എന്നാൽ വെർബലിൽ 5 ആണ്. ഫസ്റ്റ് വൺ സ്കോർ 1 നമുക്ക് ഓറിയൻറ്റഡ് ആണ്. പേഷ്യൻ്റെ അടുത്ത് നമ്മൾ പേര് ചോദിക്കുമ്പോൾ ഇത് ഏത് വർഷമാണെന്ന് ചോദിക്കുമ്പോൾ, ഇത് എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മറുപടി പറയുകയാണെങ്കിൽ ഓറിയൻറ്റഡ് ആണ് പേഷ്യൻ്റ്, അപ്പോൾ നമുക്ക് 5 സ്കോർ നൽകാം. രണ്ടാമത്തെയാണ് സ്കോർ 4. സ്കോർ 4 മീൻസ് കൺഫ്യൂസ്ഡ് കോൺവെർസേഷൻ. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള തെറ്റായ ഉത്തരങ്ങളാണ് നൽകുന്നതെങ്കിൽ നമുക്ക് 4 നൽകാം. ഇനി സ്കോർ 3 ഉദ്ദേശിക്കുന്നത് ഇൻഅപ്രോപ്രിയറ്റ് റാൻഡം വേർഡ്സ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ബന്ധമില്ലാതെ വാക്കുകളാണ് പറയുന്നതെങ്കിൽ, ഇപ്പോൾ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലുമാണ് പറയുന്നത്, ഫുഡ് കഴിച്ചു അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ റാൻഡമായ ആൻസറാണ് പറയുന്നതെങ്കിൽ നമുക്ക് സ്കോർ 3 നൽകാം. സ്കോർ 2 നൽകുന്നത് എന്തെങ്കിലും സൗണ്ട് മാത്രമാണ് പേഷ്യൻ്റ് പറയുന്നത്, ഉത്തരമൊന്നും പറയാതെ എങ്കിൽ നമുക്ക് സ്കോർ 2 നൽകാം. ഇനി സ്കോർ 1 കൊടുക്കുന്നത് നോ വെർബൽ റെസ്പോൺസ്, ഒന്നും സംസാരിക്കുന്നില്ല എങ്കിൽ നമ്മൾ സ്കോർ 1 കൊടുക്കാം. ഇതിനൊരു മെമ്മറി ട്രിക്ക് ഉണ്ട്, ഡോണ്ട് മോണ്ട് റാൻഡം കൺഫ്യൂസ്ഡ് വേർഡ്സ് എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ലാസ്റ്റ് വൺ മോട്ടോർ റെസ്പോൺസ്. ഇനി നമുക്ക് മോട്ടോർ റെസ്പോൺസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ 6 ആണ് മാക്സിമം സ്കോർ, മിനിമം സ്കോർ 1 ആണ്. സ്കോർ 6 നൽകുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പേഷ്യൻ്റ് അനുസരിക്കുന്നുണ്ട്. കൈ പൊന്തിക്കും എന്ന് പറയുമ്പോൾ കൈ പൊന്തിക്കുന്നു പേഷ്യൻ്റ് എങ്കിൽ അത് നമ്മൾ മോട്ടോറിന് 6 കൊടുക്കാം. ഇനി 5 കൊടുക്കുന്നത് ലോക്കലൈസ്ഡ് ആണ്. ലോക്കലൈസസ് മീൻസ് നമുക്ക് എവിടെയാണ് പെയിൻ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എവിടെയാണ് പെയിൻ എങ്കിൽ നമുക്ക് 5 സ്കോർ കൊടുക്കാം. ഇനി 4ാമത്തെ സ്കോർ കൊടുക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻ സ്റ്റിമുലസ് നൽകുമ്പോൾ പേഷ്യൻ്റ് കൈവലിക്കുന്നു, പെയിനെതിരായി വിഡ്രോ ചെയ്യുന്നെങ്കിൽ നമുക്ക് സ്കോർ 4 കൊടുക്കാം. ഇനി സ്കോർ 3 കൊടുക്കുന്നത് നമ്മുടെ അബ്നോർമൽ ഫ്ലെക്ഷൻ റെസ്പോൺസ് ആണ് പേഷ്യൻറ്റിന് എങ്കിൽ നമുക്ക് സ്കോർ 3 ആണ് കൊടുക്കുന്നത്. ഈ പിക്ചറിൽ കാണിച്ച പോലെ മുഷ്ടി ചുരുട്ടി നമ്മുടെ ദേഹത്തോട് ചേർത്തിരിക്കുന്നതാണ് ഫ്ലെക്ഷൻ. അങ്ങനെ ഒരു റെസ്പോൺസ് ആണ് പേഷ്യൻ്റെങ്കിൽ നമുക്ക് സ്കോർ കൊടുക്കുന്നത് 3 ആണ്. നെക്സ്റ്റ് വൺ സ്കോർ 2. സ്കോർ 2 നമ്മൾ കൊടുക്കുന്നത് പേഷ്യൻറ്റിന് എക്സ്റ്റെൻസർ റെസ്പോൺസ് ആണ്. അതായത് നമ്മുടെ കൈ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, പുറത്തോട്ട് കൈ വളച്ചിരിക്കുന്നു, കാലും പുറത്തോട്ട് വളച്ചിരിക്കുന്നു എന്തെങ്കിലും നമുക്ക് സ്കോർ 2ഉം. ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ നമുക്ക് നിൽ കൊടുക്കാം, അതാണ് സ്കോർ 1. ഇനി നമുക്ക് ഈ 3 റെസ്പോൺസും കൂട്ടി കിട്ടുന്ന ഒരു ആൻസറാണ് GCS സ്കോറായി നമ്മൾ കണക്കാക്കുന്നത്. അത് 13 to 15 ഉള്ളിലാണെങ്കിൽ മൈൽഡും, 9 to 12 ആണെങ്കിൽ മോഡറേറ്റും, ലെസ് 8 സിവിയർ കോമ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. ലെസ് 8 ആണെങ്കിൽ നമ്മൾ നിർബന്ധമായും പേഷ്യൻറ്റിനെ ഇൻറ്റുബേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഗ്ലാസ്ഗോ കോമ സ്കെയിലിനെ കുറിച്ചാണ്. ഐ ഓപ്പണിംഗ്, വെർബൽ റെസ്പോൺസ് ആൻഡ് മോട്ടോർ റെസ്പോൺസ്. ഐ ഓപ്പണിംഗ് 4 ആണ് മാക്സിമം, വെർബൽ റെസ്പോൺസിന് 5 ആണ് മാക്സിമം സ്കോർ, മോട്ടോർ റെസ്പോൺസ് അത് 6 ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു NCLEX ടെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ നഴ്സ് ഈസ് അസസിംഗ് എ ക്ലൈൻറ്റ് യൂസിങ് ദ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ദ ക്ലൈൻറ്റ് ഓപ്പൺസ് ഐസ് only to pain, uses inappropriate words and withdraws from painful stimuli. What is the client total GCF score? Option A 7, option B 9, option C 10 and option D 12. അപ്പോൾ എല്ലാവരും ആൻസർ കമൻറ്റ് ബോക്സിലിടണം. ആൻഡ് താങ്ക് യു എവരി വൺ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.